ഗ്രേറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ മഹാദൗത്യം എന്ന് പറഞ്ഞ കാര്യം, അതായത് യേശുവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടണം എന്ന് പറയുന്ന ആ കൽപ്പന നാം മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളുടെ അവസാനം മാത്രമേ കാണുന്നുള്ളൂ. യേശു തൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും എന്ന സൂചന തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് എവിടെയെങ്കിലും ആ സൂചന നൽകിയിട്ടുണ്ടോ? തിരുവെഴുത്ത് എന്തെങ്കിലും നമുക്ക് തെളിവായിട്ട് നൽകുന്നുണ്ടോ? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടന്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വാല്യൂ ലഭിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യും. അതിനോട് ചേർന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള സന്ദേശങ്ങളൊക്കെ പോസ്റ്റ് ആകുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണുകളിൽ വാട്സാപ്പിലേക്ക് ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഡെലിവേർഡ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം വഴി അത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഈ സന്ദേശത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ വീഡിയോ ഉണ്ട്. അത് പറയുന്നത് പോലെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണുകളിൽ വാട്സാപ്പിലോട്ട് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഡെലിവേർഡ് ആവുകയുള്ളൂ. അപ്പോൾ പലരും കരുതുന്നത് ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ്, അതായത് യേശു കൊടുത്ത മഹാദൗത്യത്തിൻ്റെ കൽപ്പന, അതായത് ലോകമെമ്പാടും യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറയുന്ന കൽപ്പന കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നാം അത് കാണുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളുടെ അവസാനം മാത്രമാണെന്ന്. അവർ വിചാരിച്ചിരിക്കുന്നത് യേശു തൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് മുമ്പ് ആ ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിട്ടേയില്ലാന്ന്. എന്തായാലും ആ ഗ്രേറ്റ് കമ്മീഷൻ, ആ മഹാദൗത്യത്തിൻ്റെ വേദഭാഗങ്ങൾ നാം കാണുന്നത് മത്തായി 28:18 മുതൽ 20, മർക്കോസ് 16:15 മുതൽ 18, ലൂക്കോസ് 24:46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ ആ കൽപ്പന കൊടുക്കുന്ന വാക്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരിക. മത്തായി 28:19, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. മർക്കോസ് 16:15-16, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ലൂക്കോസ് 24:47, അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു തന്നെ ആ ഗ്രേറ്റ് കമ്മീഷൻ, ആ മഹാദൗത്യത്തിൻ്റെ കൽപ്പന കൊടുക്കുമ്പോൾ ചിലർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യൂ പോയിൻ്റ്, ഈ ഗ്രേറ്റ് കമ്മീഷൻ, ഈ മഹാദൗത്യം യഹൂദർക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണെന്നും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് യഹൂദരോട് മാത്രമാണെന്നും. പിന്നെ ചിലർ ഒരു എക്സ്ട്രീം വ്യൂ പോയിൻ്റ്, ഒരു നിലപാടും കൂടെ എടുക്കും. അതായത് ഗ്രേറ്റ് കമ്മീഷൻ, അതായത് ഈ മഹാദൗത്യത്തിൻ്റെ കൽപ്പന ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളുടെ അവസാനം നാം കാണുന്നത് പിന്നീട് എപ്പോഴോ ഏതോ ശിഷ്യന്മാർ എഴുതി കൂട്ടിച്ചേർത്തതാണെന്നും യേശു ലോകമെമ്പാടും തൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഉദ്ദേശിച്ചിട്ടില്ലെന്നും. അങ്ങനെ നിലപാടെടുക്കുന്നവർ ആ കനാന്യ സ്ത്രീയുടെ ആ ഒരു ഉദാഹരണം എടുക്കും. അതായത് മത്തായി 15:21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഒരു കനാന്യ സ്ത്രീ യേശുവിനെ സമീപിക്കുന്നുണ്ട്, ആ സ്ത്രീയുടെ ഭൂതം ബാധിച്ച മകളെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി. അവിടെ നമ്മൾ കാണുന്നത്, അതായത് യേശു പറയുകയാണ്, ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന്. പക്ഷെ നാം കാണുന്നു ആ സ്ത്രീ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. യേശു പിന്നീട് ആ മകളെ സൗഖ്യമാക്കുന്നു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ എക്സ്ട്രീം നിലപാടെടുക്കുന്നവർ അവർ പറയുന്നത്, ഈ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുകയാണ്, യേശുവിൻ്റെ മിഷൻ, യേശുവിൻ്റെ ദൗത്യം യഹൂദരിലേക്ക് മാത്രമായിരുന്നു എന്ന്. കാരണം ഈ ഒരു യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടാണ് അവരത് പറയുന്നത്. എന്തായാലും നമ്മുടെ ചോദ്യം, യേശു തൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുമെന്ന് തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സൂചന നൽകിയിട്ടുണ്ടോ? ഉണ്ട്. ഒന്നിലധികം സന്ദർഭങ്ങളിൽ അവിടുന്ന് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത് മത്തായി 24:14 അന്ത്യകാലത്തെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു അടയാളങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ യേശു പറയുകയാണ്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം
സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇതേ കാര്യം തന്നെയാണ് മർക്കോസ് 13:10 വാക്യത്തിൽ നാം വായിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആ വേദഭാഗം എവിടെയാണോ ഈ ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യത്തിൻ്റെ കൽപ്പന കൊടുക്കുന്നത് നാം കാണുന്നത്, അതായത് യേശുവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് രണ്ടാമത് നാം കാണുന്നത് മത്തായി 26:6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അതും യോഹന്നാൻ 12:1 മുതൽ 8 വരെയുള്ള ആ സംഭവമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണ്. സോ മത്തായി 26:6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് വളരെ വിലയേറിയ ഒരു പരിമള തൈലം യേശുവിൻ്റെ തലയിന്മേൽ ഒഴിച്ചു. അപ്പം യേശു അവളെ നോക്കിക്കൊണ്ടാണ്, പക്ഷേ എല്ലാവരും കേക്കെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വാക്യം 13, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് മർക്കോസ് 14:9 നാം വായിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ കാണുന്നത് യേശുവിൻ്റെ ക്രൂശു മരണത്തിൻ്റെ ആ പ്രവൃത്തിക്ക് മുമ്പ് തന്നെ, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് മുമ്പ് തന്നെ യേശു ഒന്നിലധികം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യേശുവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടും. അത് യഹൂദനെന്നോ ജാതിയെന്നോ ഒരു വ്യത്യാസമില്ല, സകലരോടും തൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതേ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സുവിശേഷം ലോകമെമ്പാടുമുള്ള സകല ജനതയ്ക്കും വേണ്ടിയുള്ളതാണ്. സകലരും യേശുവിലൂടെ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക്, യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിതം സമർപ്പിക്കുന്നവർക്ക് പിതാവാം ദൈവം സൗജന്യമായി നിത്യജീവൻ കണക്കിടുകയാണ്. ഹോപ്പ് ഇതൊരു നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഈ ഒരു സംശയമുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റുകളിലുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.